நடத்திய தேவன் உண்டு. அந்த தேவன் மറ്റാരും கிடையாது. உன்னை மறக்காதே, உன்னை கை தூக்கி பிடிக்கிற ஒரு தேவன் உண்டு. அது மറ്റാരും கிடையாது. சர்வ வல்லமையுள்ள தேவன். அவர் மறக்க மாட்டார். ஹalleluya. நீ எந்த வழி போயாலும் அவரை மறக்காம பாதுகாக்க. அடுத்து நெக்ஸ்ட். என் ஜனம் ஒருபோதும் வெட்கப்பட்டு போகவில்லை. என் ஜனம் എന്ന് വെച്ചാൽ കർത്തരുടെ പിള്ളകൾ. ഹല്ലേലൂയ. ഇന്നുകൂടെ ചൊല്ലിയ രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്ഥാനം എടുത്ത് കർത്തർ പന്തിൽ കൈക്കൊണ്ട് അത് പരിശുദ്ധ അഭിഷേകം പെറ്റുകൊണ്ടവർ ആരാണ്? കർത്തർ പിള്ളകൾ. അവർ ഒരുപോലും വെക്കപ്പെട്ട് പോകരുതില്ല. ഹല്ലേലൂയ. അപ്പൊ നാം വെക്കപ്പെടാൻ കാരണം എന്താ தெரியுமா? കർത്തർ കട്ടള പ്രകാരം വാഴല്ല, ഹാലലൂയ, നടക്കല്ല. എന്നാൽ ഇന്നേക്ക് നേരത്തെ ഇന്നും ചൊല്ലുന്നത് അതുതാ. ഒരേ ഒരു വാർത്ത എനിക്ക് ചൊല്ലാറുണ്ട്. ഹല്ലേലൂയ. അവരെ മട്ടും നമ്പ്. ഹല്ലേലൂയ. അവരെ മട്ടും നമ്പ്. ഈ 3 നാൾ എനിക്ക് ചൊല്ല ഒറ്റ വാർത്ത. നീ രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്ഥാനമെടുത്ത് അവരെ പിള്ളയായി മാറിയ ഉന്നെ ഒരുപോലും എന്റെ തീമയ്ക്കും കർത്തർ ഒപ്പുകൊടുക്ക മാട്ടാർ. എന്റെ തീമയ്ക്കും അവർ ഒപ്പുകൊടുക്ക മാട്ടാർ. കാരണം അവർ ഉന്നെ പാതുകാപ്പാർ. റോമർ 6-ാം അധികാരം. റോമർ 6-ാം അധികാരം അതിന്റെ 3-ാമത്തെ വചനം നമ്മൾ വായിച്ചാട്ടെ. ഓ, അടുത്ത ഹല്ലേലൂയ. ഇവിടെ ജ്ഞാനസ്ഥാനം എതുക്ക് നേരത്തെ ചൊല്ലി, ഇത് ചൊല്ലിതാ മുടിയും. കാരണം എന്നോട് വന്ന വഴിക്കാരെ ഞാൻ 2 നാൾ ചൊല്ലിട്ടായിരിക്കുന്നത്. അപ്പൊ ഇന്നേക്ക് ജ്ഞാനസ്ഥാനം എന്നാണ് ചൊല്ലിത്തരണം. അതുക്ക് വേണ്ടിതാ 2 നാൾ ജ്ഞാനസ്ഥാനം ചൊല്ലിട്ട് നിങ്ങളെല്ലാം പിടി മുഴിച്ചിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനകത്ത് നിറയെ ആൾക്കാർ ജ്ഞാനസ്ഥാനം പെടാത്തവരാ. എന്നിട്ട് ഇപ്പോൾ കൈ തൂക്കാൻ പറഞ്ഞ കൈ തൂക്കാൻ മാട്ടാ. ഹാല ഉണ്മയെ നിങ്ങൾക്ക് എന്നെ தெரியாது, ജ്ഞാനസ്ഥാനത്തെ കുറിച്ച് ഉണ്മയായി தெரியாது. ഹല്ലേലൂയ. പിന്നെ ചൊല്ലുന്നേ ക്രിസ്തുവിനോട് കൂടെ അടക്കം പണ്ണണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോഴും അടക്കം പണ്ണണോ? പാപത്തിൽ കിടന്ന എന്നെ പാപത്തുക്കുള്ള വീണ്ടുകൊള്ളുന്ന കർത്തനായ യേശുവിൻ നാമത്തിൽ അടക്കം പണി ഉയർത്തെളുമ്പോൾ യേശു ഉയർത്തെളുമ്പിയ എപ്പോഴും ഉയർത്തെളുമ്പിയോ അതേമാതിരി ഞാനും പാപത്തിൽ നിന്ന് ഉയർത്തെളുമ്പി വരും. പിന്നെ വാഴുന്നത് ഞാൻ കിടയാറ്, എന്നിൽ യേശു. ഹല്ലേലൂയ. അപ്പൊ എന്നിൽ വാഴുന്ന ആരാണ്? യേശു. ഹല്ലേലൂയ. ഒരു നാള് ഞാൻ ഒരാളോട് ആരും തപ്പനായിക്കൂടാ, ശരിയാ, ഒരാളുടെ കണ്ട് ജ്ഞാനസ്ഥാനത്തെ കുറിച്ച് അവർ ചൊല്ലി, പാസ്റ്റർ അത് മുന്നാടി ഞാൻ എടുത്തിട്ട്, ഞാൻ എപ്പോ എടുത്തിട്ട് അത് എൻ്റെ അമ്മ അപ്പ കൊണ്ടുപോയി എടുത്തിട്ട്. ഹല്ലേലൂയ. എൻ്റെ അപ്പ അമ്മ കൊണ്ട് എടുക്ക വെച്ചിട്ട് അപ്പൊ ഞാൻ എന്റെ ടൈം അത് தெரியாது പാസ്റ്റർ അന്നേക്ക്. ഹല്ലേലൂയ. ആ തപ്പനായിക്കൂടാ, ഇത് ചൊല്ലണം, അതുക്ക് വേണ്ടിതാ ഇന്ന് ഞാൻ ടൈം എടുക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് എനിക്കൂടാതെ ഏതാவது പേച്ചിട്ട് പോകാൻ വേണ്ടിയല്ല, ഇത് കണ്ടിപ്പാ ചൊല്ലണം. ഹല്ലേലൂയ. എന്നെ ജ്ഞാനസ്ഥാനം தெரியுமா? இந்த പൊടിക്കുഞ്ഞ് ഈ പൊടിപ്പിള്ള കൈ കൊണ്ട് കൊടുത്തിട്ട് ഒരു ഓളിക്കാരനെ കൊണ്ട് കൊടുത്ത് ജ്ഞാനസ്ഥാനം കൊടുക്ക முடியுமா? முடியுமா இல்லையா? பைபிள் பிரகாரம் முடியாது. அப்போ இந்த பிள்ளை கை பிடிச்சிட்டு தானியல் பாஸ்டர் கேட்கும், உனக்கு விசுவாசம் உண்டோ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടെന്ന് ആര് താൻ ചൊല്ലുന്നത്? തായ് തകപ്പനോ. ഹല്ലേലൂയ. അവർ ചൊല്ലും ആമാ. അപ്പൊ എന്നാ ചൊല്ലും? വിശ്വസിക്കുന്ന ഉങ്ങളെ ഞാൻ ജ്ഞാനസ്ഥാനം കൊടുക്കാൻ ചൊല്ലി തൊട്ടിക്ക് അത് മുക്കിയിട്ട് പൊക്കിയെടുക്കും. ഹല്ലേലൂയ. മുടിഞ്ഞ കഥ. അപ്പൊ അതേ ആളോട് ഞാൻ കേൾക്കുന്നു, അല്ല പിള്ള വളർന്നു വന്നു, കൊഞ്ചം വയസ്സായി, ഒരു 23-24 വയസ്സായി. ഹല്ലേലൂയ. அந்த പിള്ളയുടെ കല്യാണ ടൈം ആയിട്ട് ഏതൊരു പയ്യനെ കണ്ടുപിടിച്ച് അപ്പ അമ്മ കൊണ്ട് മുന്നിൽ കൊണ്ടുവച്ചാൽ കേട്ട്, നിന്റെ പക്കത്തേക്കുന്ന இந்த ആളെ ഉനക്ക് പിടിക്കുമോ? അപ്പ പിടിക്കും. അപ്പ നീ വേണം കെട്ടിയിട്ട് ഞാൻ പുരിതയില്ലയാ, നീ വേണേ കെട്ടിട്ട് എനിക്ക്. കാരണം എന്നത് നമുക്ക് പിടിക്കുന്ന ഒരു പയ്യനെ കൊണ്ടുവന്നിട്ട് എന്നെ ചൊല്ലുന്നേ, നീ കല്യാണം മുടിക്കണമെന്ന് പെമ്പിള്ളയോട് ചൊല്ലുമ്പോ എന്റെ പെമ്പിള്ള ചൊല്ലും, അപ്പാ നീ വേണേ കെട്ടിട്ട് എനിക്ക് ഇവനെ പിടിക്കല. അപ്പ ചൊല്ലല. ஹல்லேலூயா. பைபிள் சொன்ன தெரியுமா? அது காரணம் தெரியுமா? அந்த பிள்ளைக்கு அறிவு வந்துட்டு, ஹல்லேலூயா, എന്റെ കൂടെ வாழ்ந்த പുരുഷൻ എപ്പടി ഇരിക്കണമെന്ന് அந்த പിള്ളയുടെ മൈൻഡ് ഒരു
എണ്ണമുണ്ട്. ഹല്ലേലൂയ. എന്റെ പിള്ളേരുടെ മനസ്സിൽ എണ്ണമുണ്ട്. എന്റെ കൂടെ വാഴുന്ന പെണ്ണാകട്ടെ, അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അത് എപ്പോഴുള്ള പുരുഷനാണ്, അത് പെണ്ണാകണമെന്ന് அந்த പുരുഷനും அந்த സ്ത്രീക്കും தெரியும். அந்த மாதிரி பிள்ளை மட்டும்தான் ரெண்டு பேரும் விரும்பும். அப்பா அம்மாவோட விருப்பம் அங்க நடக்காது. ஹல்லேலூயா. ஆண்டவர் பிள்ளைங்களே, இதே மாதிரி பைபிள் சொல்லுது, நீ எனக்கு என்னைக்கு விசுவாசம் உண்டோ அன்னைக்கு மட்டும்தான். அந்த பிள்ளைக்கு விசுவாசம் என்ன தெரியுமா? தெரியாது. 6 மாசம் பிராயமுள்ள பிள்ளைக்கு விசுவாசம் தெரியுமா? விசுவாசம் தெரியாது. எப்ப விசுவாசம் வரும்? അതിന് അറിവ് വരും. യേശു ഉയിരോടിരിക്കുന്നവൻ, യേശു ഉണ്മയുള്ള ദേവനെന്ന് അതിന്റെ അകത്ത് എന്നേക്കും ജ്ഞാനം വരുമോ അന്നേക്ക് മറ്റുണ്ടാ അതിന് ഉണ്മയായി നമ്പിക്ക വരും. അന്റെ പിള്ളേരാ ഓലിക്കാർ കൊണ്ടുവന്ന് ഒരു കുളത്തുക്കുള്ള വെച്ചിട്ട് കേൾക്കുന്ന കേൾവിയുണ്ട്. 2026 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പാപத்துக்கு പരിഹാരമായി, നിനക്ക് വേണ്ടി, നിന്റെ അക്രമத்துக்கு വേണ്ടി, നീ പാപം ചെയ്ത പാപത്തിന് പരിഹാരമായി ഉനക്കാக இந்த ഭൂമി വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിയ കർത്താവായ യേശുവേ നീ വിശ്വസിക്കറാ എന്ന് കേൾക്കുമ്പോൾ അന്ത മനുഷ്യൻ ചൊല്ലും ആമാ. അപ്പൊ ബൈബിൾ ചൊല്ലുന്നു ആമാ. ബൈബിൾ ചൊല്ലുന്നു, അവർ ചൊല്ലും, ബൈബിൾ ചൊല്ലുന്നു വിശ്വസിക്കുന്നവരെ ജ്ഞാനസ്ഥാനം കൊടുക്കണമെന്ന് കർത്താവ് കട്ടളയായിരിക്കാൻ പിതാ കുമാർ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഉന്നെ തന്നിക്കുള്ള ജ്ഞാനസ്ഥാനം തരും ചൊല്ലി മുക്കി പൊക്കിയെടുക്കും. ഇതാണ് ജ്ഞാനസ്ഥാനം. കല്ലെറിഞ്ഞാൽ നോ പ്രോബ്ലം, അടിച്ചാൽ നോ പ്രോബ്ലം. ഉന്മതാ. ഹല്ലേലൂയ. இதுதான் உண்மை. ஹல்லேலூய. അല്ലാതെ ഏതൊന്നും അല്ല. ഈ വേലിക്കാർ അങ്ങോട്ട് എടുത്തിട്ട് നേരെ മുഖാമം നിർത്തിയിട്ട് പിതാ കേൾക്കുന്ന കേൾവി എന്നത് 2026 വർഷങ്ങൾക്ക് മുമ്പ് സിജു നിനക്ക് വേണ്ടി മരിച്ച്, നിനക്ക് വേണ്ടി ജനിച്ച് വാണ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവെ നീ വിശ്വസിക്കുക ഇല്ലയാ? ഞാൻ ചൊല്ലും ആമാ. ഞാൻ ചൊല്ലും വിശ്വസിക്കുന്നവരെ ജ്ഞാനസ്ഥാനം കൊടുക്കണമെന്ന് ബൈബിൾ കട്ടളയായിരിക്കാം, യേശുപ്പട കട്ടളയായിരിക്കാം. ഞാൻ ഉന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാനസ്ഥാനം തന്ന പുറകെ അർത്ഥിച്ചിരുന്നു മരണപര്യന്തം ഉണ്മയായിരിക്കെങ്കിൽ. ഹല്ലേലൂയ. എപ്പോ ജ്ഞാനസ്ഥാനം എടുത്ത നീ എന്നാ ചെയ്യണം? മരണപര്യന്തം എന്നായിരിക്കണം? ഉണ്മയായിരിക്കണം. അപ്പം ജ്ഞാനസ്ഥാനം എടുത്ത ഉനക്ക് അങ്ക ഇങ്ങും പോക മുടിയാതെ. ഹല്ലേലൂയ. അങ്ക കൊണ്ടാടും, അങ്ക കൊണ്ടാടും, ഇങ്ക കൊണ്ടാടും, ഇങ്ക കൊണ്ടാടും. അങ്ക എന്തെങ്കിലും അതിന്റെ പുറകെ ജ്ഞാനസ്ഥാനം എടുത്ത നീ എന്നാ ചെയ്യണം? സൺഡേയിൽ ഞായർക്കളം കാലയില് ചർച്ചക്കുള്ള വന്നിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ചർച്ചക്കുള്ള വന്നിട്ട് അവരുടെ കൂടെ വാസപ്പെടണം, അവരോട് ചേർന്ന് അവരുടെ മഹിമ പെറ്റുകൊള്ളണം. ഹല്ലേലൂയ. അതിതാ ജ്ഞാനസ്ഥാനം. ഹല്ലേലൂയ. ജ്ഞാനസ്ഥാനം എടുത്ത ഒരു പയ്യൻ ഞാൻ കന്യാകുമാരി വെച്ച് പാത്തിട്ട്, ഒരു പയ്യൻ ഭയങ്കര അഭിഷേകം, വെരി വെരി ഓളിക്കാരുടെ അഭിഷേകം. അവർ ഇപ്പിടി കൈ തൂക്കുമ്പോൾ പയ്യൻ തെറിച്ച് കീഴെ പോയിട്ടെ, ഭയങ്കര അഭിഷേകം. ഒരു നാൾ ഞാൻ പാത്തു. ഹല്ലേലൂയ. ഞാൻ നേരത്തെ അവനെ പാത്തിട്ട് കേട്ടു, ഡേയ് അന്ന് നീ ഭയങ്കര തുള്ളിച്ചഴിപ്പ്. ഒരു നാൾ പാത്തു എപ്പോഴും എങ്ക വെച്ച് പാത്തേ, അതൊക്കെ ഞാൻ പാത്തിരുന്നു. ഞാൻ കേട്ടു ഇതിക്ക് വേണ്ടി അഭിഷേകം പറ്റുമുണ്ടേ, ഇതിക്ക് വേണ്ടി ജ്ഞാനസ്ഥാനം എടുത്തേ. ഹല്ലേലൂയ. ജ്ഞാനസ്ഥാനം എടുക്കുന്നവർക്ക് പല കാര്യങ്ങളും മുടക്കമുണ്ട്. മുടക്കം ചൊല്ലിയാ മുടക്കമുണ്ട് എന്നത് ഒന്ന് ടാസ്ക് മാർക്ക് മുടക്കമുണ്ട്, പോകൂടാതെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് മുന്നാടിയൊക്കെ ടാസ്ക് മാർക്കിൽ പോകുന്നത് കണവൻ മട്ടുന്താ. ഇന്നേക്ക് വീട്ടിലെ വാങ്ങിയിട്ട് വന്ന് പിള്ളങ്ങളും കണവനും ചേർന്നാ കുടിക്കുന്നേ. ഹല്ലേലൂയ. കുടിയും അടിയും ചേർന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാര് രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്ഥാനം എടുത്ത് കൈ തൂക്കി, ഏതൊരു ഓളിക്കാർ, പെരുവരി ഓളിക്കാര് കൈ തൂക്കി അഭിഷേകം കൊടുത്ത് വല്ലവ പെറ്റുകൊണ്ട് ജ്ഞാനസ്ഥാനം എടുത്തപ്പോൾ ഇപ്പൊ എങ്ക കിടക്കുന്നേ? ഹല്ലേലൂയ. ഒരു പയ്യൻ എന്നോട് ചൊല്ലിട്ടെ, ഒരു പയ്യൻ ജ്ഞാനസ്ഥാനം എടുത്ത പയ്യൻ, ആരാ ചൊല്ലാൻ വേണ്ട. ഹല്ലേലൂയ. എന്റെ പയ്യൻ ചൊല്ലിട്ടെ, പാസ്റ്റർ ഞാൻ ഒരു പെണ്ണിനെ വിരുമ്പിട്ടെ, ഒരു പെണ്ണെ വിരുമ്പിട്ട് അവളെന്നെ ഏമാത്തിട്ടെ, അതെന്നെ കൈ കട്ട് പണിട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവളെന്നെ ഏമാത്തി കാരണത്തെ എന്നത് എന്റെ കൈ കട്ട് പണിട്ട്. ഇതേ மாதிரி പെമ്പിളങ്ങളും அப்படிதான். ഒരു വാട്ടി ഒരു പിള്ളക്ക് ജാമണ്ണ പറഞ്ഞ കയ്യിൽ ഇപ്പടി കട്ട്. ഞാൻ നനച്ചത് ഇതിന് എന്തെങ്കിലും കൈക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഡോക്ടർ ഓപ്പറേഷൻ പണിയല്ല, അത് പോറാവ് ചൊല്ലുന്നത് ഓപ്പറേഷൻ പണി കിടയാറ്. എന്നെ വിരുമ്പി പയ്യൻ എന്നെ കല്യാണം മുടിക്ക മാട്ടേൻ ചൊല്ലു. അതിന് ഞാൻ എന്നാ ചെയ്തത്? തക്കുള പണ്ണാൻ വേണ്ടി കൈ അറുത്തിട്ട് ബാത്റൂമിൽ കയറി കൈ അറുത്തറുത്ത് വെച്ചിട്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അറുത്തിട്ട് ലാസ്റ്റ് അവൻ കെട്ടിയതും കിടയാറ്. ഇവിടെ ഇപ്പോഴും അവിടെ നടന്നിട്ടായിരിക്കുന്നത്. ഹല്ലേലൂയ.
ஆண்டவர் பிள்ளைங்களே அங்க நின்ற உயிர் போய் ஒரு பிரச்சனை கிடையாது. ஆருக்கு போய்? தாய் தகப்பரு போய். என்ன நீ கர்த்தருக்கு வேண்டி நின்னுட்டு கர்த்தர் நாம நிமித்தம் இந்த உயிர் போயா கண்டிப்பா ഞാൻ சொல்ல அந்த உயிரின் மேல கர்த்தர் கொடுக்குவார். நீ ஏதோ பெண்ணிനെ விரும்பி ஏதோ புருஷனை விரும்பிட்டு நீ தற்கொலை பண்ணியா അതിന് கர்த்தர் கணக்கார் கிடையாது. പക്ഷെ നീ കർത്തർ നാമ നിമിത്തം ബൈബിൾ മെസ്സേജ് കൊടുക്കുമ്പോൾ കല്ലെറിഞ്ഞു, മൂക്കടിച്ചു പൊട്ടിച്ചു, നിന്നെ ഷൂട്ട് പണി അല്ലെ കത്തിക്കുത്തി നീ ഞാൻ ഇറന്നു പോയാൽ എന്റെ ഉയിരിന് വിലയുണ്ട്. കർത്തർ സമൂഹത്തിൽ പോയിടും. ഹല്ലേലൂയ. ഒരു പെണ്ണിന് വേണ്ടി വാഴേണ്ട വാഴ്ക്കയല്ല നിന്റെ വാഴ്ക്ക. ഒരു പുരുഷന് വേണ്ടി വാഴേണ്ട വാഴ്ക്കയല്ല നിന്റെ വാഴ്ക്ക. ഒരു പുരുഷന് വേണ്ടിയോ ഒരു പെണ്ണിന് വേണ്ടിയോ സ്വന്തം ഉയിരി കളയുന്നവർ അവർ ആരെ നേസിക്കുന്നത്? കർത്തർ ഉണ്മയെ നേസിക്കില്ല. അവന് ജ്ഞാനസ്ഥാനം എടുത്തവന്താ. ഹല്ലേലൂയ. അപ്പൊ ജ്ഞാനസ്ഥാനം എടുത്തന്നെ ഒരു പെണ്ണ് കൊഞ്ചം ഐ ലവ് യു ചൊല്ലി നാളെ നിന്നെ ഉന്നെ എനിക്ക് വേണ്ടാൻ ചൊല്ലുമ്പോ തന്നെ അവന് அந்த பாசம் விட்டுட்டு இந்த பாசத்துல முன்னாடி இந்த பாசம் விட்டுட்டு அந்த பாசம் விட்டு லாஸ்ட் எங்க போயிட்டேன்? இன்னைக்கு தற்கொலை தான் பண்ணணும். ஹalleluya. ஆண்டவர் பிள்ளைகளே, இன்னைக்கு அநேக குடும்பம் நடக்குதுன்னு தெரியுமா? சொந்த மனைவி சொந்த கணவன் உண்டு, ஆனாலும் ஹalleluya இந்த பல விபச்சாரத்துக்குள்ள பல கர்த்தருக்கு பிரியமில்லாத வழி போகுதுண்டு. ആർക്കും தெரியாத വന്നിട്ട് ജ്ഞാനസ്ഥാനം എടുക്കുന്നുണ്ട്. ആർക്കും தெரியாத വന്ന് ജ്ഞാനസ്ഥാനം എടുത്ത പിറകും ആർക്കും தெரியாத വന്ന് തിരുപ്പന്തിയിൽ എന്നത് തിരുവിരുന്ന്. അതിനകത്തൊരു വാർത്തയുണ്ട്, അത് ചൊല്ലി മുടിക്കറേ. ഹല്ലേലൂയ. ഒരു വാർത്തയുണ്ട്. അപാത്രമായി ആരാലും എന്നത് ഈ പന്തിയിൽ കൈവച്ച നീ എന്നാ ചെയ്യും? നീ എന്നാകും? വ്യാധിയുള്ളവനായി മാറും, ബലഹീനമായി മാറും, മരിത്തു പോയിടും. ഹല്ലേലൂയ. ഇന്ന് പല ആന്റിമാരും കൈവലി കാലുവലി മുതുകുവലി എന്നാ தெரியுமா? അപാത്രമായി എങ്കിൽ എടുത്തെന്ന്. ഹല്ലേലൂയ. കണവനോട് ചണ്ട പൊട്ടി കെട്ട വാർത്ത വെച്ചിട്ട് ഞായർക്കള ഇവിടെ തിരുവരുന്നുണ്ടെന്ന് தெரியாது, അത് പാസ്റ്റർ ചൊല്ലി തിരുവരുന്നുണ്ട്, അത് പെരിയ പീസ് എടുത്ത്, കാരണം പാവം പെരിച്ചതാ. നീ നനച്ചത് പെരിയ പീസ് എടുത്തതിന് പാപം മാറാതെ ചർച്ചക്കുള്ള പറയണ്ട. എന്നാൽ ഞാൻ ചൊല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെന്ന് മാറാതെ പെരിയ പീസ് പാസ് ഏറ്റവും പെരിയ പീസ് എടുത്ത് സാപ്പിട്ട് ഏറ്റവും പെരിയ ഗ്ലാസിൽ നിന്ന് ദാസസ് കുടിച്ചാലും എന്നത് നിന്റെ വ്യാധി മാറാതെ ആദ്യം ചെയ്യേണ്ടത് ഒപ്പുറാകണം. അത് കണവനോടാണല്ലോ ശരി, മനവിയോടാണ് ശരി, പിള്ളങ്ങളോടാണ് ശരി, പാസ്റ്റോടാണ് ശരി, പാസ്റ്റമ്മയോടാണ് ശരി, ഒപ്പുറമാകാതെ നീ എന്നാ പണിയാലും എന്നത് അത് സക്സസ് ആകാതെ നീ എന്നായും മരിച്ചു പോയി. എപ്പടി മരിച്ചു தெரியுமா? ആവിക്കുള്ള മരണം. ഹല്ലേലൂയ. ആവിക്കുള്ള മരിച്ച പിന്നെ എന്നത് വേസ്റ്റ്. ഹല്ലേലൂയ. ആവിക്കുള്ള മരിച്ച ഒരു ഇപ്പൊ എന്താ അണ്ണൻ മൊബൈൽ പിടിച്ചിട്ടിരിക്കുന്നു, ഇതിന് ചാർജ് പോയി കഴിഞ്ഞാൽ അത് ഇപ്പിടിതായിരിക്കും, ഒരു പ്രയോജനവും. ഇപ്പൊ വീഡിയോ പിടിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ചാർജ് ടക്കനും ചാർജ് മുടിഞ്ഞിട്ട് അതാ കമ്പൽ അപ്പിടിതായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം അതിനെന്നെ ഇല്ല, ചാർജ് ഇല്ല. ഹല്ലേലൂയ. നീ കർത്തറെ മഹിമ പെറ്റുകൊണ്ട് പുറകും അതിന് ബൈബിൾ ഒറ്റ വാർത്ത ചൊല്ലി മുടിക്കാം. എബ്രായർ 6-ാം അധ്യായം